നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ നെല്ലിക്ക, പിന്നെ കുറച്ച് ഇഞ്ചി വേണം, പിന്നെ ശർക്കര വേണം, പിന്നെ കുറച്ച് പുതിന ലീഫും കുറച്ച് ഏലക്കയും വേണം. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നെല്ലിക്ക കുരു കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. അത് 1 കപ്പ്. ഇത് മെഷർമെൻറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. മെഷർമെൻറ്റ് നമ്മുടെ ഇഷ്ടമാണ്. മധുരം കൂടണമെങ്കിൽ കുറച്ച് ശർക്കര കൂട്ടിയിടാം, പുളി കൂടണമെങ്കിൽ കുറച്ച് നെല്ലിക്ക കൂട്ടിയിടാം. അങ്ങനെ അവരവരുടെ ഇഷ്ടം പോലെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അത് വേരി ആകാം. പിന്നെ ശർക്കര ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 ഏലക്ക. ഇത്രയും ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ജ്യൂസാക്കി കൊണ്ടുവരാം. ഇപ്പം ജ്യൂസ് റെഡിയായി. ഈ ജ്യൂസിൽ ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഞാൻ ജാഗരി, നമ്മുടെ ശർക്കരയില്ലേ, അത് നമ്മുടെ ലിവറിലുള്ള ടോക്സിൻസ് ഇല്ലാണ്ടാക്കും. ഇത് നല്ല എനർജി കിട്ടും. അതുപോലെ പൊട്ടാസ്യം ആൻഡ് സോഡിയം ഉണ്ട് ഇതിൽ, അത് BP കൺട്രോൾ ചെയ്യും. വിറ്റമിൻ C ആൻഡ് ഫോലൈറ്റ് ഉണ്ട്, അത് അനീമിയ ഇല്ലാണ്ടാക്കും. ശർക്കര നല്ല ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. നമ്മുടെ ബ്ലഡിൽ അഴുക്ക് കലക്കം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കും. അതുപോലെ ഇതിൽ ചേർന്നിട്ടുള്ള ഇഞ്ചി ടോക്സിൻസ് ഇല്ലാണ്ടാക്കും. പിന്നെ ചിലർക്ക് രാവിലെ എണീറ്റാൽ ഒരു തലക്കരക്കം വരും, മോർണിംഗ് സിക്നസ്, അത് ഇല്ലാണ്ടാക്കും. പിന്നെ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടെങ്കിൽ മാറും, ദഹിക്കും. തൊണ്ടവേദന ഇല്ലാണ്ടാക്കും. നമുക്ക് തൊണ്ടയിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ നമുക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ ഈ ഇഞ്ചി നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിലും അതിനും നല്ലതാണ്. ഇതിൽ ഉള്ള നെല്ലിക്കയിൽ വിറ്റമിൻ C ഉണ്ട്. വിറ്റമിൻ C നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. ലോ കാലറിയാണ്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ആക്കും. ഇതിലുള്ള പൊട്ടാഷ്യം വന്നിട്ട് BP ലെവൽ കൺട്രോൾ ആക്കും. നെല്ലിക്കയിലുള്ള ഡയറ്ററി ഫൈബർ നമുക്ക് മലബന്ധം ഇല്ലാണ്ടാക്കും. കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കും. പിന്നെ നമ്മൾ HB കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയൺ ഒരുപാട് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി സെൽസിൽ ചെന്ന് അയൺ നിൽക്കുവാണെങ്കിൽ അത് ഹാർട്ട് ഡിസീസ് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഈ അയണിനെ HB ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് വിറ്റമിൻ Cക്കേ പറ്റുള്ളൂ. അയൺ പ്ലസ് വിറ്റമിൻ C ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ ആകുന്നത്. ഈ ഹീമോഗ്ലോബിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ബ്രെയിനിനും ഹാർട്ടിനും കൊണ്ടുപോകുന്നതാണ്. അപ്പം ഇത് ഒന്ന് കുടിക്കുവാണെങ്കിൽ ഇതിൽ HB ലെവൽ നല്ലപോലെ കൂടും. ഇതിലുള്ള ജാഗരിയിൽ അയൺ ഉണ്ട്, നെല്ലിക്കയിൽ വിറ്റമിൻ C ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പം നമുക്ക് ബോഡിക്ക് നല്ലതാണ്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഈ നെല്ലിക്ക ജ്യൂസ് തന്നെ മധുരം ഇല്ലാത്ത വേർഷനാണ്. ഈ ഷുഗർ പേഷ്യൻറ്റിന് മധുരം കഴിക്കാൻ പാടില്ലാത്തവർക്ക് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ താരം കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ ഒരുപാട് അയൺ ഉണ്ട്. കറിവേപ്പില നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ചിലർക്ക് ആഹാരം കഴിച്ച ഉടനെ ബാത്റൂമിൽ പോകണമെന്ന് ഒരു ടെൻഡൻസി വരും. അത് മാറ്റാനായിട്ട് ഈ കറിവേപ്പിലയ്ക്ക് സാധിക്കും. കറിവേപ്പില കഴിക്കുവാണെങ്കിൽ ബോൺ സ്ട്രെങ്ത് ആവും. പിന്നെ ഇതിൽ വിറ്റമിൻ A ഉള്ളത് കൊണ്ട് കണ്ണിന് നല്ലതാണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫംഗൽ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഡാൻഡ്രഫോ ഇല്ലെങ്കിൽ കാലിൽ കുഴിനകം, പിന്നെ ചൊറിച്ചിൽ, ഇങ്ങനെ ഫംഗൽ പ്രോബ്ലം വരില്ലേ, ഇത് ഇല്ലാണ്ടാക്കും കറിവേപ്പില. പിന്നെ 1 കപ്പ് നെല്ലിക്ക കുരു കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, 1 കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ചിലർക്ക് ഇതിൽ ഈ ജ്യൂസിൽ കുറച്ച് എരിവ് ഉണ്ടെങ്കിൽ കൊള്ളാൻ തോന്നും. ചില ആണുങ്ങൾക്കൊക്കെ എരിവ് ഉള്ള ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ട്
പച്ചമുളക് ഞാൻ പകുതി ഇടാൻ പോണു. ഒന്ന് വേണമെങ്കിൽ ഒന്നിടാം, അത് അളവ് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പിഞ്ച് ശർക്കര. ഇതെല്ലാം ഇത് എരിവുള്ള വേർഷൻ റെഡിയായി. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കുട്ടികളുടെ മെമ്മറി പവർ കൂടുതലാണ് ഇത് കഴിക്കുവാണെങ്കിൽ. നമ്മൾ എയറേറ്റഡ് ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും കഴിക്കുന്നതിനേക്കാളും ഇത് കുടിക്കുവാണെങ്കിൽ അത്രയും ഹെൽത്തിയാണ്. നെല്ലിക്ക എന്ന് പറയുമ്പം ഈ നെല്ലിക്കയിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉണ്ടാകുവാണെങ്കിൽ രാവിലെ 6-7 നെല്ലിക്ക സീഡ് കളഞ്ഞിട്ട് അടിച്ച് വെറും വയറ്റിൽ കുടിച്ചിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ നമ്മുടെ ബവൽ സിസ്റ്റം എല്ലാം ക്ലീൻ ആവും. അപ്പം ഒരു ഞായറാഴ്ച ആഴ്ചയിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വയറ്റിനകത്തുള്ള എരശല്യം അങ്ങനെ എല്ലാം കൂടെ ഇറക്കി ഡീവാമിങ് തനിയെ ചെയ്യേണ്ട. ഡോക്ടേഴ്സ് പറയുന്നത് 6 മാസത്തിലൊരിക്കൽ ഡീവാമിങ് ചെയ്യണമെന്നാണ്. അതിൻ്റെ ആവശ്യമൊന്നും വരില്ലെന്നാണ് തോന്നുന്നത്. ആഴ്ചയിൽ നെല്ലിക്ക കുടിക്കുമ്പം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഏറെയാണ്. ഞാൻ ഇന്ന് കാണിച്ച ഈ 2 ഡ്രിങ്ക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യം കട്പനീർ കുട്ടി പറയാൻ വരയ്ക്കും വെച്ചിക്കോ കുട്ടി പ്ലീസ്. പിന്നെ മോർണിംഗ് സിക്നസ്, തലക്കറക്കം, പിന്നെ വൊമിറ്റിംഗ് സെൻസേഷൻ, മൈഗ്രെയിൻ, ഈ 8 എണ്ണം പോക്കും. തൊണ്ടവേദന, ഗ്യാസ് ട്രബിൾ. கட் பண்ணிட்டு எடுத்துக்கியா? தொண்டை வேணா சொல்லவா வேண்டாமா? ப்ளீஸ் ஒரு செகண்ட் நில்லு குட்டி.